കൃത്യമായ സാഹചര്യം വിനോദ് സൂചിക്കുന്നത് കെ വത്സരാജ് CPIയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വത്സരാജ്, ജുഡീഷ്യൽ അന്വേഷണ ആവശ്യം ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നുണ്ടോ? ഞങ്ങളൊരു ആവശ്യം അങ്ങനെ ഉന്നയിച്ചിട്ടില്ല. റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വരട്ടെ, അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു നിലപാട് പറയും. അതിനെ റിപ്പോർട്ട് പുറത്തു വന്നാലാണ് ഞങ്ങളുടെ ഒരു നിലപാട് പറയാൻ പറ്റുക. റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഞങ്ങൾക്കെല്ലാം ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് അത് മുന്നണി സംവിധാനത്തിൽ കിട്ടാൻ അല്പം താമസം ഉണ്ടാവും. പക്ഷേ മാധ്യമങ്ങൾക്കത് അതിന്റെ കൃത്യമായ വിവരവും കോപ്പികളും ഒക്കെ ലഭ്യമാവുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് പുറത്തു നിന്നൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന കാര്യം. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമാണ് റിപ്പോർട്ട്? അല്ല, ഞങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ഇന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിമർശനം അന്നേ ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിമർശനം ഉണ്ടായിരുന്നത്. അതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ അന്വേഷിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലപാടപ്പോ ഒരു ബാഹ്യ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് CPI കൃത്യമായി തന്നെ വിശ്വസിക്കുന്നു, അല്ലേ? ബാഹ്യ ഇടപെടൽ എന്നല്ല, അതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ കളിച്ചു എന്നാണോ, അതല്ല മറ്റ് ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഗൂഢാലോചന നടത്തിയെന്നാണോ? അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണല്ലോ, അതിന്റെ തൊട്ടു മുമ്പാണല്ലോ ഈ സംഗതി നടക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ താല്പര്യം അതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആര് കളിച്ചു എന്ത് കളിച്ചു എന്നൊക്കെ റിപ്പോർട്ട് വരുമ്പോ അതിനെക്കുറിച്ച് ഗവൺമെന്റിന്റെ തലത്തിലുള്ള അന്വേഷണമല്ലേ. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ അല്ല, അത് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാത്തിരിപ്പ് നീണ്ടുപോയി. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് കൈമാറി. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ റിപ്പോർട്ട് കൈമാറിയതിന്റെ വിശദാംശം നിങ്ങൾ മീഡിയ പറയുന്നത് തന്നെ ഉള്ളൂ. ഞങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാണ് റിപ്പോർട്ട് എന്ന് പറയണല്ലോ, ഒരു ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ട് പറയണല്ലോ. അങ്ങനെ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് അതിനൊരു നിലപാട് പറയേണ്ടത്. MR അജിത് കുമാർ കൈമാറിയ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ ആരോപണ വിധേയനാണ്. നിങ്ങൾ അടക്കം അദ്ദേഹത്തിനെതിരെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന റിപ്പോർട്ടിൽ കണ്ടെത്തലുകളില്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. ആ ബോധ്യത്തിൽ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു റിപ്പോർട്ടാണ്, അതിൽ മറ്റ് ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഗൂഢാലോചന ഇല്ല എന്ന റിപ്പോർട്ടാണെങ്കിൽ ഇക്കാര്യത്തിൽ തുടർ അന്വേഷണം ആവശ്യപ്പെടുമോ CPI എന്നതാണ് ചോദ്യം. അല്ല, അതൊരു സാങ്കല്പികമായ ചോദ്യമാണ്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അങ്ങനെ പുറത്തു വന്നാൽ ഞങ്ങളുടെ നിലപാട് അപ്പോൾ പറയും. എന്തായാലും പറയാൻ കഴിയില്ല. CPIയുടെ നിലപാട് അതാണ്. പക്ഷേ സ്ഥാനാർത്ഥി അവിടെ VS സുനിൽകുമാർ കടുത്ത നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന പശ്ചാത്തലം കൂടിയുണ്ട്.